അങ്ങനെ നമ്മൾ കാത്തിരുന്ന സാറ്റർഡേ വീക്കെൻഡ് എപ്പിസോഡായിരുന്നു ഇന്ന് നടന്നത്. ശരിക്കും പറഞ്ഞാൽ നമ്മൾ എക്സ്പെക്ട് ചെയ്തത് ഷാനവാസിന്റെ റീ എൻട്രി മെയിനിൽ നമ്മൾ എക്സ്പെക്ട് ചെയ്തിരുന്നു. പിന്നെ നെവിന് ലാലേട്ടനെ ഓഫ്കോഴ്സ് തൂക്കുന്നത് നമ്മൾ എക്സ്പെക്ട് ചെയ്തിരുന്നു. എന്നാൽ നെവിനോട് കൃത്യമായിട്ട് വളരെ ക്ലിയർ ആയിട്ട് ലാലേട്ടൻ ശാന്തമായിട്ട് ചോദിച്ച് മനസ്സിലാക്കുന്നതാണ് നമ്മളിന്ന് കണ്ടത്. നേരത്തേക്ക് ആയിരുന്നെങ്കിൽ എന്തെങ്കിലും ഒരു ഇഷ്യൂ, ഇങ്ങനത്തെ ഒരു അഗ്രസീവ് ആയിട്ടുള്ള ഇഷ്യൂസ് ഒക്കെ ഉണ്ടാവുമ്പോൾ ലാലേട്ടൻ ഫയർ മോഡിൽ വന്ന് എല്ലാവരും ഷൗട്ട് ചെയ്യുന്നതാണ് നമ്മൾ കണ്ടത്. പക്ഷെ ഇന്ന് അതൊന്നും കണ്ടില്ല. ലാലേട്ടൻ ഭയങ്കര ഒരു നൈസായിട്ട്, അതായത് ഒരു ശാന്തമായിട്ട്, ഒരു പീസ്ഫുൾ ആയിട്ടാണ് ലാലേട്ടൻ ഇന്ന് കൊണ്ടുപോയത് ആ ഒരു ഇഷ്യൂ കൈകാര്യം ചെയ്തത്. ഷാനവാസിനെ ഇടയ്ക്ക് ആരൊക്കെയോ ഇൻസ്റ്റഗ്രാമിലൊക്കെ വീഡിയോ അല്ലല്ലോ പോസ്റ്റ് ഒക്കെ ഇടുന്നുണ്ട്, ഷാനവാസ് റീ എൻട്രി ചെയ്തു എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഷാനവാസ് ഇന്നത്തെ എപ്പിസോഡ് റീ എൻട്രി ചെയ്തിട്ടില്ല. ഇനി നാളത്തെ എപ്പിസോഡ് റീ എൻട്രി കാണുമെന്ന് അറിയില്ല. നമുക്ക് നോക്കാം ഷാനവാസിന്റെ കാര്യം എന്താണെന്ന്. അപ്പം എന്താണ് ഇന്നത്തെ എപ്പിസോഡിൽ നടന്നത്? നെവിന്റെ ഒരു കാര്യത്തിൽ ഒരു തീരുമാനം ലാലേട്ടൻ എടുത്തിട്ടുണ്ട്. അത് മാത്രമല്ല കുറെ കാര്യങ്ങൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു ലാലേട്ടൻ. പിന്നെ അത് മാത്രമല്ല, ടിക്കറ്റ് ഫിനാലെ ഒഫീഷ്യലി നൂറയ്ക്ക് കൊടുത്തിരിക്കുകയാണ്. എന്താണ് ഇന്നത്തെ എപ്പിസോഡിൽ നടന്നത് നമുക്ക് റിവ്യൂ ചെയ്യാം. സോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എന്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ വീഡിയോ ലൈക്ക് ചെയ്യുക, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ മസ്റ്റായിട്ട് ഒന്ന് കമന്റ് ചെയ്യുക, ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്ത് തരിക. നമുക്ക് പറഞ്ഞു പോവാം. ഇന്ന് ശരിക്കും ക്യാപ്റ്റന്മാരുടെ ശരിക്കും ലാലേട്ടൻ എടുത്ത് പറയേണ്ട കുറെ കാര്യമാണ്. അത് ഈ ക്യാപ്റ്റന്മാരുടെ ഒരു കാര്യം ലാലേട്ടൻ എടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് ഈ ക്യാപ്റ്റന്മാരുടെ മണ്ടത്തരം. അതായത് ഈ ടിക്കറ്റ് ഫിനാലെ വീക്കിനെ എടുത്ത് പറഞ്ഞില്ലെങ്കിലും ഈ ഒരു 3 പേരും കൂടെ ഒറ്റയ്ക്ക് ഈ അടുക്കള ഡ്യൂട്ടി ഏറ്റെടുത്തത് ഏറ്റവും വലിയ മണ്ടത്തരം എന്ന് ലാലേട്ടൻ പറയാതെ അവർക്ക് പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നു. എന്തിനത് ചെയ്തു എന്ന് ലാലേട്ടൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ തന്നെ ഇവർക്ക് അക്ബറിന് മനസ്സിലായെന്ന് അറിയില്ല. അക്ബറിനോടൊക്കെ സോഫ്റ്റ് ആയിട്ടാണ് ലാലേട്ടൻ ഇപ്പോഴും നിന്നത്. ഇതൊന്നും ഇല്ലായിരുന്നു. കാരണം എന്താണെന്ന് നമ്മൾ പറയേണ്ട കാര്യമില്ല. അപ്പോൾ ഇതൊക്കെ ലാലേട്ടൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു. എന്താണ് ഇങ്ങനെ നിങ്ങൾ കിച്ചൺ ടീം ഏറ്റെടുക്കേണ്ട കാര്യം എന്താണ്, പക്ഷെ നിങ്ങൾ പ്രോപ്പറായിട്ട് ഫുഡ് കൊടുക്കാത്തതിന്റെ കാര്യം എന്താണ്, ഇതെല്ലാം ലാലേട്ടൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ അവരെ വാദം എല്ലാം പൊളിഞ്ഞ് വീണിച്ചുമുണ്ട്. അത് വേറെ കാര്യം. പിന്നീട് നെവിന്റെ കാര്യം ആദ്യം ചർച്ച ചെയ്തത് ഷാനവാസിന്റെ കാര്യമില്ല, അനുമോൾ നെവിൻ ഇഷ്യൂ ആണ് ചർച്ച ചെയ്തത്. അത് വീഡിയോ സഹിതം കാണിച്ചു കൊടുത്ത് ലാലേട്ടൻ ചർച്ച ചെയ്യുകയായിരുന്നു. എന്താണ് പ്രശ്നം എന്നൊക്കെ ചോദിച്ചു പക്ഷെ അനുമോള് നടന്ന കാര്യം അതുപോലെ തന്നെ അനുമോള് പറഞ്ഞിട്ടുണ്ടായിരുന്നു. സത്യം പറഞ്ഞ നെവിനെ മാത്രം കുറ്റം പറഞ്ഞ കാര്യം എന്തോ, ഈ നെവിൻ വെള്ളം എടുക്കാൻ പറഞ്ഞാൽ ഉടനെ പോയി ആരും വെള്ളം എടുത്തു കൊടുക്കുവോ? എന്നിട്ട് അത് ആതിരയുടെ മേലെ കുറ്റം വെച്ചു കൊടുത്തു. കൊള്ളാലോ ആര്യൻ. അത് നേരെ ആതിരയുടെ മേലെ കുറ്റം വെച്ച് കൊടുക്കുകയാണ്. ആതിര ഇതിന് മുഖത്ത് വെള്ളം തെളിച്ചിട്ടുണ്ട്. അപ്പം ആതിര പറയാൻ ഞാൻ മുഖത്ത് വെള്ളം തെളിച്ചിട്ടുണ്ട്, അത് അവർക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള രീതിയിലാണ് ഞാൻ വെള്ളം തെളിച്ചത്, ഇതുപോലെ മുഖത്തിന് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടില്ല എന്ന് ആതിര പറഞ്ഞിട്ടുമുണ്ട്. എങ്ങനെ നോക്കാം ആര്യനെ വളച്ചൊടിച്ച് ആതിരയുടെ മണ്ടയിലിട്ടത്? ശരിക്കും പറഞ്ഞാൽ ഇതിൽ നെവിൻ മാത്രമല്ല, ആ ഒരു വെള്ളത്തിന്റെ കേസിൽ കുറ്റക്കാരൻ നെവിൻ മാത്രമല്ല, അത് ആര്യയും കുറ്റക്കാരനാണ്. ആര്യന് ഒരു പണിഷ്മെന്റ് കൊടുക്കേണ്ടതായിരുന്നു എനിക്ക് ഫീൽ ചെയ്തു. പേഴ്സണലി എനിക്ക് ഫീൽ ചെയ്തു. അപ്പം പിന്നീട് നടന്നത് ഷാനവാസിന്റെ കാര്യം. ഇവര് ഷാനവാസിന്റെ കാര്യം സംസാരിക്കുമ്പോൾ അത് ഡൈവേർട്ട് ചെയ്ത് നേരെ കിച്ചൺ ഇഷ്യൂലേക്ക് പോവാണ്. അത് കിച്ചണിൽ ഫുഡ് കിട്ടിയില്ല, കിച്ചണിൽ ഫുഡ് സമയമല്ലായിരുന്നു, വെസല് വന്നു, അങ്ങനെ ഡൈവേർട്ട് ചെയ്ത് അതിലോട്ട് പോയി. അത് ലാലേട്ടൻ 2 പ്രാവശ്യം ഷാനവാസിന്റെ ഇഷ്യൂലിട്ട് കൊണ്ടിടാൻ നോക്കിയിട്ട് പിന്നെ ഡൈവേർട്ട് ചെയ്ത് പോവുകയായിരുന്നു ചെയ്തത്. നേരെ കിച്ചണിലോട്ടാണ് പോയത്. എന്നും വന്നിട്ട് ലാലേട്ടന് കിച്ചന്റെ അടി ചോദിക്കേണ്ട ഒരു ലാലേട്ടന്റെ ഒരു മാനസികാവസ്ഥ ഓർക്കുമ്പോൾ സങ്കടം തോന്നുന്നു കേട്ടോ, സത്യം പറയുകയാണെങ്കിൽ. പിന്നെ ടിക്കറ്റ് ഫിനാലിയുടെ ടാസ്കിന്റെ കാര്യങ്ങൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അത് ടാസ്ക് എങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. വിൻ ചെയ്ത കാര്യങ്ങൾ എല്ലാം ലാലേട്ടൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ നോമിനേഷനുള്ളവരുടെ കാര്യം നാളെ പറയും. ഇന്ന് മാക്സിമം ഒരു 3/4 മണിക്കൂറും ഈ ഒരു ഇഷ്യൂ, നെവിന്റെ ഈ ഒരു ഇഷ്യൂ ആയിരുന്നു ലാലേട്ടൻ ചർച്ച ചെയ്തത്. ഞാൻ ഹോട്ട്സ്റ്റാറിലാണ് കണ്ടത്. ഒരു 3/4 മണിക്കൂറും നെവിന്റെ ഈ ഒരു ഇഷ്യൂ ആണ് ലാലേട്ടൻ മെയിൻലി ചർച്ച ചെയ്തിട്ടുള്ളത്. അപ്പം ഇന്നത്തെ എപ്പിസോഡിന്റെ ഹൈലൈറ്റ്സ് എന്താണെന്ന് നമുക്ക് റിവ്യൂ ചെയ്യാം. അപ്പൊ ആദ്യം തന്നെ ലാലേട്ടന്റെ എൻട്രി ആണ്. ലാലേട്ടന്റെ എൻട്രിക്ക് ശേഷം കഴിഞ്ഞ ആഴ്ച നടന്ന കാര്യങ്ങളൊക്കെ ലാലേട്ടൻ ആ ഒരു AV കാണിച്ചതിന് ശേഷം നേരെ വീട്ടിലേക്ക് പോവാണ്. വീട്ടിലേക്ക് പോയതിനു ശേഷം ആദ്യം തന്നെ നെവിനെ വിളിക്കുകയാണ്. നെവിൻ, എന്താണ് നെവിന്റെ പ്രോബ്ലം എന്നും പറഞ്ഞ് സ്റ്റാർട്ട് ചെയ്യാണ്.
അപ്പൊ നെവിനെ വിളിച്ച് എണീപ്പിച്ചിട്ട് അപ്പൊ നെവിൻ പറയുന്നുണ്ട്, കഴിഞ്ഞ ആഴ്ച നടന്ന നെവിൻ അഗ്രസീവായ കാര്യങ്ങളെല്ലാം നെവിൻ പറയുന്നുണ്ട്. ആൻഡ് ഇതിന് അവിടെ വെച്ചാണ് നമ്മുടെ ഈ വിഷയം സംസാരിക്കുന്നത് സ്റ്റാർട്ട് ചെയ്യുന്നത്. ആൻഡ് പിന്നീട് ലാലേട്ടൻ പറയുന്നുണ്ട്, തമാശകളൊക്കെ ഒരു പരിധി വരെ ഞങ്ങൾ അംഗീകരിച്ചു തരും, പക്ഷെ ഇത് തമാശയല്ല, ഇത് ഒട്ടും അംഗീകരിക്കാൻ പറ്റാത്ത കാര്യമാണ് എന്ന് പറയുകയാണ്. ആൻഡ് അത് മാത്രമല്ല, ഈ സമയത്താണ് ഇതിന് ശേഷം വീഡിയോ കാണിച്ചു കൊടുക്കുകയാണ്. ഞാൻ എല്ലാ കാര്യം ഇവർ പറഞ്ഞ കാര്യങ്ങൾ എടുത്തിട്ട് പറഞ്ഞ് അങ്ങനെയൊന്നും എനിക്ക് പറയാൻ താല്പര്യമില്ല. അപ്പം കാരണം വീഡിയോ ലാഗായി പോകും, നിങ്ങൾക്ക് തന്നെ അത് ബോറടിക്കും, കണ്ടതല്ലേ പിന്നെ എന്തിനാണ് നിങ്ങൾ വീണ്ടും കേൾക്കുന്നതെന്നുള്ള ഒരു വരും. അപ്പൊ നടന്ന കാര്യങ്ങൾ എന്താണെന്ന് മാത്രം പറയാം. എന്നിട്ട് ലാലേട്ടൻ വീഡിയോ കാണിച്ചു കൊടുത്തു. അനുമോളോടും ചോദിക്കുന്നുണ്ട്, എന്താണ് എന്താണ് അനുമോളുടെ പ്രോബ്ലം എന്നൊക്കെ അനുമോളോടും ചോദിക്കുന്നുണ്ട്. ഇതിന് ശേഷമാണ് വീഡിയോ കാണിച്ചു കൊടുക്കുന്നത്. വീഡിയോയില് കൃത്യമായിട്ട് എപ്പിസോഡ് എങ്ങനെ കാണിച്ചു അതുപോലെ തന്നെ വീഡിയോയിൽ ആ ഒരു നടന്ന സംഭവം മാത്രം, പിന്നീട് നടന്ന ടോക്ക് കാണിച്ചിട്ടില്ല. ആ വെള്ളം ഒഴിച്ച സംഭവം മാത്രം കാണിച്ചു കൊടുക്കുകയാണ് ചെയ്തത്. ആര്യൻ വന്ന് അനുമോളെ കാലിൽ നുള്ളുന്നു. എന്നിട്ട് ഇതൊക്കെ പറയുമ്പോൾ ആര്യൻ ഇങ്ങനെ ഞെട്ടിയിരിപ്പുണ്ട്, ഞാൻ ഇതൊക്കെ ചെയ്തോ എന്നുള്ള രീതിയിൽ ആര്യൻ ഞെട്ടി ഒരുമാതിരി ഓവർ ക്യൂട്ട്നെസ് വാരി വിതറുന്നുണ്ടായിരുന്നു. ആ സമയത്ത് സൈഡിൽ നോക്കിയാൽ കാണാൻ പറ്റുമായിരിക്കും. അങ്ങനെ വീഡിയോ കാണിച്ചു കൊടുത്തതിന് ശേഷം ഇതെന്തിനാണ് ഇങ്ങനെ ഒരു സംഭവം നടന്നത്, ഇത് ആരും റിയാക്ട് ചെയ്തില്ല, ഭയങ്കര കഷ്ടമാണ് നിങ്ങൾ ഈ കാണിക്കുന്നത്, വളരെ മോശമായിട്ടുള്ള കാര്യങ്ങളാണ് നിങ്ങൾ ഈ കാണിച്ചത് എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. അപ്പൊ ഷാനവാസും അനീഷൊക്കെ റിയാക്ട് ചെയ്തിട്ടില്ലായിരുന്നു. അനീഷാണെങ്കിൽ ഷാനവാസ് റിയാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം നിങ്ങളത് കണ്ടോണ്ടിരിക്കുകയാണ് ചെയ്തത്. അപ്പം ഈ ആര്യൻ കൈയടിച്ചൊക്കെ കാണിക്കും. ശരിക്കും പറഞ്ഞാൽ ആര്യന് അത് എന്നിട്ട് അനുമോള് നടന്ന കാര്യം എന്താണെന്ന് ക്ലിയർലി എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇന്നതാണ് അനുമോള് ചെയ്തത്, കുപ്പി വെള്ളം ഒഴിച്ചിട്ടുണ്ട്, ഇതെല്ലാം അനുമോള് സമ്മതിക്കുന്നുണ്ട്. ആൻഡ് അനുമോള് അത് ക്ലിയർ ആയിട്ട് എല്ലാ കാര്യങ്ങളും പറഞ്ഞു കൊടുത്തിട്ടോ, അത് പറയാതിരിക്കാൻ പറ്റൂല. എന്നിട്ട് ഇതിനെ പറ്റിയിട്ട് ഡിസ്കഷൻസ് അവിടെ നടക്കുന്നുണ്ട്. ആദിലയോട് ചോദിക്കുന്നു, അനീഷിനോട് ചോദിക്കുന്നു, സാബുമാനോട് ചോദിക്കുന്നു. സാബുമാൻ ഇത് കണ്ടോണ്ടിരിക്കുകയാണ്. സാബുമാൻ എന്തുകൊണ്ട് റിയാക്ട് ചെയ്തില്ലെന്നൊക്കെ ലാലേട്ടൻ ചോദിക്കുന്നുണ്ട്. പിന്നീട് ഇതിനിടയ്ക്ക് ഈ എന്തിനാണ് ഈ വെള്ളം എടുത്തു കൊടുത്തെന്ന് ആര്യനോട് ചോദിക്കുമ്പോൾ ആര്യം പറയുന്നുണ്ട്, മുമ്പുള്ള ക്യാപ്റ്റൻസും ഇങ്ങനെ വെള്ളം തെളിച്ചിട്ടുണ്ട് ലാലേട്ട, അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്തത്. അപ്പൊ അത് നേരെ പൊക്കിയെടുത്ത് ആതിരയുടെ മണ്ടയിലിട്ട് നൈസായിട്ട് ആര്യൻ ഊരി. അപ്പൊ ആതിര പറയുന്നുണ്ട്, ലാലേട്ട ഞാൻ വെള്ളം തളിച്ച് എണീപ്പിച്ചിട്ടുണ്ട്, പക്ഷേ ഞാൻ ഇങ്ങനെ ഇന്റൻഷ്യലി ഒരാളെ മുഖത്ത് വെള്ളം ഇങ്ങനെ എടുത്ത് ഒഴിച്ചിട്ടില്ല, എനിക്ക് കംഫർട്ടബിൾ ആണെന്ന് ഫീൽ ചെയ്യുന്നവരുടെ മുഖത്ത് മാത്രമേ ഞാൻ വെള്ളം തളിച്ചിട്ടുള്ളൂ, അത് കുറച്ച് ദിവസം കുടഞ്ഞിട്ടേ ഉള്ളൂ എന്ന് ആദില പറയുന്നുണ്ട്. അപ്പൊ ആദില അവിടെ അത് മാത്രമല്ല, ലാലേട്ടൻ ഒരു കാര്യം പറഞ്ഞു വെക്കുന്നുണ്ട്, ഉറങ്ങിപ്പോകുന്നവരെ ഉണർത്താൻ ഇവിടെ ആർക്കും അധികാരമില്ല, അത് ബിഗ് ബോസ് വിളിക്കും അല്ലെങ്കിൽ പട്ടി കുരയ്ക്കും, അല്ലാതെ ഉറങ്ങിപ്പോകുന്നവരെ ഉണർത്താൻ ഇവിടെ വേറെ ആർക്കും അധികാരമില്ല എന്ന് ലാലേട്ടൻ പറഞ്ഞു വെക്കുന്നുണ്ട്. ആൻഡ് ഇതിനുശേഷം അനീഷ് സംസാരിക്കുമ്പോൾ അനീഷ് ക്യാപ്റ്റന്മാരെ പക്ക നന്നായിട്ട് തന്നെ കുറ്റപ്പെടുത്തി സംസാരിക്കുന്നുണ്ട്. വളരെ മോശപ്പെട്ട ക്യാപ്റ്റൻസി അനീഷ് പറയുന്നതിൽ ഈ പ്രാവശ്യം അനീഷിന് സുഖമായിട്ട് പറയാം, കാരണം വളരെ മോശപ്പെട്ട ക്യാപ്റ്റൻസി തന്നെയായിരുന്നു ഇപ്രാവശ്യം ഇവിടെ നടന്നത്. ആൻഡ് ഇതിനുശേഷം അനുവിന്റെ നെവിന്റെ പ്രശ്നം, ഇവരുടെ തമ്മിലുള്ള പ്രശ്നം എന്താണെന്ന് ചോദിക്കുകയാണ്. സത്യം പറഞ്ഞാൽ ഇതില് ലാലേട്ടൻ എടുത്ത് പറഞ്ഞു വെച്ചിട്ടുണ്ട്, ഫ്രസ്ട്രേഷൻ, അതായത് എവിക്ഷനിൽ നോമിനേറ്റ് ചെയ്തതിന്റെ ഫ്രസ്ട്രേഷൻ ആണ് നെവിൻ കാണിച്ചത്. സത്യമാണ് നെവിൻ അവിടെ കാണിച്ചത്. അത് സാബുമാനോടും കാണിച്ചിട്ടുണ്ട്, പക്ഷെ സാബുമാനോട് അത്രയ്ക്ക് കാണിച്ചിട്ടില്ല, സാബുമാനെ പേഴ്സണലി കാണിച്ചിട്ടില്ല, പക്ഷെ ഗെയിമിൽ കാണിച്ചിട്ടുണ്ട്. പക്ഷെ അനുമോള് പേഴ്സണലി ഹേർട്ട് ചെയ്യാണ്. അതായത് നെവിൻ വിചാരിക്കുന്നത് ഈ അനുമോളെ ഹേർട്ട് ചെയ്യുമ്പം അത് നെവിന് വോട്ടായി മാറും എന്നാണ് നെവിൻ വിചാരിക്കുന്നത്. അങ്ങനെയാണ്. അല്ലെങ്കിൽ ഈ എവിക്ഷനിൽ നോമിനേറ്റ് ചെയ്തതിന്റെ പേരിൽ ഇങ്ങനെ പോയിട്ട് ഒരാളെ ഹേർട്ട് ചെയ്യേണ്ട, പേഴ്സണലി വരെ ഹേർട്ട് ചെയ്യേണ്ട കാര്യമുണ്ടോ? നെവിൻ അവിടെ എവിക്ഷൻ നോമിനേഷനിൽ നോമിനേറ്റ് ചെയ്തതിന്റെ പേരിൽ തന്നെയാണ് നെവിൻ അനുമോളെ ഇത്രത്തോളം ഉപദ്രവിക്കുക തന്നെയാണ് ചെയ്തിട്ടുള്ളത്. ആര്യന് അത് കൂട്ടു നിൽക്കണം. ആര്യന് ഹ്യൂമാനിറ്റി കാർഡ് എന്ന് പറഞ്ഞാൽ ആര്യന്റെ സ്വന്തം കാര്യത്തിന് മാത്രമാണ് ഹ്യൂമാനിറ്റി കാർഡ് ഉള്ളത്, അല്ലാതെ ആര്യന് ഒരു ഹ്യൂമാനിറ്റി ഇല്ല അവിടെ. ആര്യൻ ഇതെല്ലാം ഫണ്ണാണ്, മറ്റുള്ളവരെ ഉപദ്രവിക്കുന്നത്, അടിക്കുന്നത്, നുള്ളുന്നത്. അനുമോക്ക് അവിടെ ഒരു പോയിന്റ് പറയായിരുന്നു, ആര്യൻ അടിച്ച കാര്യമൊക്കെ എല്ലാവരുടെ ചോദിക്കുന്നത്. അപ്പൊ അനുമോക്ക് ഒരു പോയിന്റ് പറയായിരുന്നു, എന്നെ എപ്പോഴും ആര്യൻ അടിക്കാറുണ്ടെന്ന് അനുമോക്ക് പറയായിരുന്നു. കാരണം അവിടെ ഇരിക്കുമ്പോൾ നുള്ളുക, അടിക്കുക. ഇപ്പൊ ആ കാലിൽ നുള്ളുന്നൊക്കെ ഫിസിക്കൽ അസോൾട്ട് തന്നെയാണ്. ഒരാളെ ദേഹത്ത് നീണ്ട തൊടാൻ ഒരു അധികാരമില്ല. ഇതിന് ശേഷം ലാലേട്ടൻ ചോദിക്കുമ്പം ഈ അനുവും നെവിനുള്ള പ്രശ്നം ചോദിക്കുമ്പോൾ നെവിൻ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ,
പുരുഷന്മാരെ പറ്റി സംസാരിക്കുന്ന ഒരു ടോക്ക് ഉണ്ടോ, നീ ആണാണോടാ എന്നൊക്കെ അനുമോള് ചോദിക്കുന്ന ചോദ്യം ഉണ്ടല്ലോ, നല്ല. അപ്പം അതൊക്കെ എന്നെ വളരെ ബുദ്ധിമുട്ടിക്കുന്നത്. അപ്പം ഇത് സംഭവം എന്താന്ന് വെച്ചാൽ, ഇത് അനുമോൾ അങ്ങോട്ട് ഇരുന്ന് എടാ നീ ആണാണോടാ, നീ ആണാണോ എന്നല്ല അനുമോൾ ഇവിടെ ചോദിക്കുന്നത്. ഇത് അനുമോളെ ഞാൻ ന്യായീകരിച്ചോ ഒന്നും പറയുന്നതല്ല. ബട്ട് ഓൾവേസ് അവിടെ നടക്കുന്ന കാര്യം ഇതാണ്. നെവിൻ ഇങ്ങോട്ട് ഒന്ന് ഫ്രസ്ട്രേറ്റ് ചെയ്യുമ്പോൾ അനുമോൾ എടാ നീ ആണാണോ. അപ്പൊ അനുമോൾ ഇവിടെ തിരിച്ച് പറയുന്നുണ്ട് നല്ല ആണുങ്ങളൊന്നും ഇങ്ങനെ ചെയ്യാറില്ല എന്ന് അനുമോൾ തിരിച്ച് പറയുന്ന, അതിന് തിരിച്ച് റിപ്ലൈ കൊടുക്കുന്നുണ്ട്. അങ്ങനെ ആ ഒരു പുരുഷ മേധാവിത്വ ടോക്ക് പറയുന്നുണ്ട്. പിന്നെ ആർട്ടിഫിഷ്യൽ കുലസ്ത്രീ ഒക്കെ പിന്നെയും എടുത്തു പൊങ്ങി വന്നിട്ടുണ്ട്. പിന്നെ ഈ സമയത്താണ് ലാല ചോദിക്കുന്നത്, ഈ നോമിനേഷനിൽ പേര് പറയുന്നതിന്റെ പേരിലാണ് നെവിൻ ഇത്ര പ്രശ്നം എന്ന് ലാലേട്ട ചോദിക്കുന്നുണ്ട്. പിന്നെ ഫുഡ് കക്കുന്ന അനുമോള് ഫുഡ്, അപ്പൊ ഞാൻ ഫുഡൊക്കെ കക്കും ലാലേട്ട, അനുമോള് ഫുഡും കക്കും, ബിഗ് ബോസിലെ പ്രോപ്പർട്ടിയും കക്കും. പക്ഷെ അതിന് ലാലേട്ടൻ ഒരു മറുപടി കൊടുത്തിട്ടില്ല കേട്ടോ എന്ന് പറയുന്നുണ്ട്. ഇതിനു ശേഷം സാബുമാനെ ട്രിഗർ ചെയ്ത കാര്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട്. ഇവിടെ നൂറ ഒരു കറക്റ്റ് പോയിന്റ് ഇവിടെ നൂറ പറയുന്നുണ്ട്. അതായത് നെവിൻ ഇവിടെ എന്ത് ചെയ്താലും ആരും ഒന്നും പറയാൻ പോകുന്നില്ല. സത്യമാണ്, ഇവിടെ ആരും ഒന്നും പറയാൻ പോകുന്നില്ല. അക്ബർ സപ്പോർട്ട്, ആര്യൻ സപ്പോർട്ട്, ഇവിടെ നേരത്തെ ഉണ്ടായിരുന്ന മിക്കവരും സപ്പോർട്ട്, ഈ ബുള്ളി ഗ്യാങ്ങി ഉണ്ടായിരുന്ന മിക്കവരും സപ്പോർട്ടായിരുന്നു നെവിൻ ചെയ്യുന്ന എല്ലാ കാര്യത്തിനും. ഫുഡ് കക്കുന്നത് അത് ഇത് എല്ലാത്തിനും സപ്പോർട്ടായിരുന്നു. ഇത് ആദ്യമേ മുളയിലെ നുള്ളണമായിരുന്നു. ഈ ഫുഡ് കക്കുന്നതും ഒക്കെ മുളയിലെ നുള്ളണമായിരുന്നു. അത് മുളയിലെ നുള്ളാത്തത് ലാലേട്ടന്റെ പ്രശ്നമാണെന്ന് ഞാൻ പറയും. കാരണം ലാലേട്ടൻ ഇത് ആദ്യമേ, അത് ലാലേട്ടൻ വാർണിംഗ് കൊടുത്തിട്ടുണ്ട്, ഒരു പ്രാവശ്യം വാർണിംഗ് കൊടുത്തിട്ടുണ്ട്. പക്ഷെ ആദ്യമേ ഇത് ചെയ്യാൻ പാടില്ല, ഫുഡ് കക്കാൻ പാടില്ല എന്ന് ലാലേട്ടൻ ആദ്യമേ പറയണമായിരുന്നു. ബിഗ് ബോസ് വാർണിംഗ്, ഇത് കാണുന്ന ബിഗ് ബോസ് ഈ കക്കുന്നതെല്ലാം വാൺ ചെയ്ത് വിടണമായിരുന്നു. ഇനി അടുത്ത സീസണിൽ ഒരാൾ വന്നിട്ട് ഈ ഫുഡ് കക്കുന്ന കണ്ടന്റ് ആണ് എന്ന് പറഞ്ഞ് ഫുഡ് കട്ടെടുക്കുകയാണെങ്കിൽ നിങ്ങൾ ഓർത്ത് നോക്കേ, അതൊരു ലേഡി ആണെങ്കിൽ നിങ്ങൾ ഓർത്ത് നോക്കേ, ഇത് റിപ്പീറ്റ് ആവുകയാണെങ്കിൽ. അപ്പൊ ഇന്ന സീസണിൽ കണ്ടു, അപ്പൊ കണ്ടന്റ് ആണെന്ന് തോന്നി, അതുകൊണ്ട് ചെയ്തു, അത്രേ ഉള്ളൂ. അവർ പുറത്തിറങ്ങിയിട്ട് അങ്ങനെയല്ലേ പറയുള്ളൂ. അങ്ങനെ ഇതിന് അപ്പം ഇത് സംസാരിക്കും ലാലേട്ടൻ പറയുന്നുണ്ട്, ഐ വിൽ ടേക്ക് എ കോൾ ഓൺ യു എന്ന് ലാലേട്ടൻ തിരിച്ചു പറയുന്നുണ്ട്. അപ്പോഴാണ് ലാലേട്ടൻ അത് തിരിച്ചു പറയുന്നത്, നെവിനോട് തിരിച്ചു പറയുന്നത്. ഇതിന് ശേഷം നേരെ ഷാനവാസിന്റെ ഇഷ്യൂലോട്ട് വരികയാണ്. ഷാനവാസിന്റെ ഇഷ്യൂ എടുത്തിടുമ്പോൾ ഇവര് പറഞ്ഞ് ഡൈവേർട്ട് ചെയ്ത് നേരെ കിച്ചൺ ടീമിലെ പ്രശ്നങ്ങൾ, ഫുഡ് കിട്ടുന്നില്ല, ഫുഡ് സമയത്ത് കിട്ടുന്നില്ല, ആ ഒരു പ്രശ്നങ്ങളിലോട്ട് പോകണം. 2 പ്രാവശ്യം ഇങ്ങനെ ഡൈവേർട്ട് ആയിട്ട് പോയിട്ടുണ്ട്. അത് ക്ലിയർ ആയിട്ട് പറഞ്ഞുതരാം. ഈ ഷാനവാസ് നെവിൻ പ്രോബ്ലം ലാലേട്ടൻ ചോദിക്കുന്നുണ്ട്. പിന്നെ ഈ സമയത്താണ് ലാലേട്ടൻ ചോദിക്കുന്നത്, ക്യാപ്റ്റന്മാർ എന്തിന് കിച്ചൺ ഡ്യൂട്ടി ഏറ്റെടുത്തു എന്ന് ലാലേട്ടൻ കൃത്യമായിട്ട് ചോദിക്കുന്നുണ്ട്. ക്യാപ്റ്റന്മാർ എന്തിന് കിച്ചൺ ഡ്യൂട്ടി ഏറ്റെടുത്തു? ശരിയാണ്, അത് ഈ നാട്ടുകാരെ ഫുള്ള് ചോദിച്ചുകൊണ്ടിരിക്കുന്നത്, എന്തിനാണ് ക്യാപ്റ്റന്മാര്, അതും കുക്കിംഗ് പോലും അറിയാത്ത ക്യാപ്റ്റന്മാർ എന്തിനാണ് കിച്ചൺ ഡ്യൂട്ടി ഏറ്റെടുത്തത്? അതുകൊണ്ടല്ലേ ലേറ്റ് ആയത്. അവിടെ എത്രയോ പേരുണ്ടായിരുന്നു കുക്കിംഗ് ടീമിൽ ഉണ്ടായിരുന്നു ജോലി ചെയ്തവര്. ഇതിൽ ആരും നെവിനും കുക്കിംഗ് ടീമിൽ ജോലി ചെയ്തിട്ടുണ്ട്, ഇല്ലെന്ന് പറയുന്നില്ല. എത്രയോ പേര് ഉണ്ടായിരുന്നു. അനുമോൾ ഉണ്ടായിരുന്നു. അനുമോൾ പിന്നെ അടി ഉണ്ടാക്കുകയാണെങ്കിൽ പോട്ടെ, അനുമോൾക്ക് കിച്ചണിൽ കേറ്റുണ്ടോ, നേരെ ഇതിലോട്ട് മാറ്റി നിർത്തിയാൽ മതിയല്ലോ. എവിടെയെങ്കിലും മാറ്റി ശരി ബസ്സിൽ നിൽക്കട്ടെ, അനുമോളെ കേച്ചണ്ട. നൂറെ അതിലെ ഉണ്ടായിരുന്നല്ലോ, ഇവരെന്തുകൊണ്ട് കുക്കിംഗ് ടീമിൽ കയറ്റിയില്ല? അനീഷ് ഉണ്ടായിരുന്നല്ലോ കുക്കിംഗ് ടീമില്, സാവുമാൻ ഉണ്ടായിരുന്നല്ലോ, ഇവരെന്തുകൊണ്ട് കയറ്റിയില്ല? അപ്പൊ അതെന്തുകൊണ്ട് കുക്കിംഗ് കിച്ചൺ ഡ്യൂട്ടി എന്തിനു ഏറ്റെടുത്തു ലാലേട്ടൻ കൃത്യമായിട്ട് ചോദിക്കുന്നുണ്ട്. പിന്നെ ഭക്ഷണം കിട്ടാത്ത കാര്യം ചോദിക്കുന്നുണ്ട് ലാലേട്ടൻ. അപ്പൊ ഈ സമയത്ത് ഇവര് ബ്രെഡും പാലും ഒക്കെ മിക്സ് ചെയ്ത് കട്ട് തിന്ന കാര്യമൊക്കെ ലാലേട്ടൻ എടുത്ത് ചോദിക്കുന്നുണ്ട്. അപ്പൊ അത് അക്ബർ നന്നായിട്ട് മാനിപ്പുലേറ്റ് ചെയ്ത് വിടുന്നുണ്ട്. അത് ഞങ്ങൾ ക്യാപ്റ്റൻ ആകുന്നതിന് മുമ്പാണ് എന്ന് പറയുന്നത്. പക്ഷെ ക്യാപ്റ്റൻ ആകുന്നതിന് മുമ്പല്ല, ക്യാപ്റ്റൻ ആയതിനു ശേഷം നടന്ന ഇൻസിഡന്റ് ആണ് ഇത്. ഫുഡ് സമയത്തിന് കൊടുക്കാതെ ഇവര് ഫുഡ് എടുത്ത് കഴിക്കുന്നത്. ആൻഡ് ഇത് അബദ്ധമാണെന്നൊക്കെ പറഞ്ഞ് അക്ബർ തടിയുരുന്നുണ്ട്. ആൻഡ് ഇത് സ്കിപ്പ് ചെയ്ത് ലാലേട്ടൻ ഷാനവാസിന്റെ കാര്യം സംസാരിക്കുമ്പം ഇത് ഇന്റൻഷനലി ചെയ്തതല്ലാന്ന് നെവിൻ പറയുന്നുണ്ട്. ആൻഡ് പിന്നെ പിന്നീട് ഈ ഷാനവാസിനെ കൺഫെഷൻ റൂമിലേക്ക് കൊണ്ടുപോയപ്പോൾ 8 മിനിറ്റ് 9 മിനിറ്റ് എടുത്തു ഷാനവാസിനെ കൺഫെഷൻ റൂമിലേക്ക് കൊണ്ടുപോകും. ബിഗ് ബോസ് തന്നെ 3-4 പ്രാവശ്യം പറയേണ്ടി വന്നു ഷാനവാസിനെ കൺഫെഷൻ റൂമിലേക്ക് കൊണ്ടുവരാൻ. അപ്പം അവരെ ഗേൾസ് പറയുന്നുണ്ട് ഷാനവാസിക്ക വിളിച്ചിട്ടും വരുന്നില്ല. അപ്പൊ ഈ സമയത്ത് അനീഷ് മാത്രമാണ് ഷാനവാസ് എഴുന്നേക്ക് കൺഫെഷൻ റൂമിൽ പോവാം എന്ന് പറയുന്നത്. ബാക്കിയുള്ളവരെല്ലാം എന്ത് ചെയ്യണം, അങ്ങോട്ട് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും അടി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇതിലേക്ക് അനുവിനെ ഫിസിക്കൽ അസോൾട്ട്, അനുവിനെ മാറ്റി അടിച്ചത് ആരെയും അടിച്ചത് ലാലേട്ടൻ ചോദിക്കുന്നുണ്ട്. ലാലേട്ടൻ അത് ചോദിക്കുന്നുണ്ടായിരുന്നു. പിന്നെ അതിന്റെ വീഡിയോ എല്ലാം ലാലേട്ടൻ കാണിച്ചു കൊടുക്കുന്നുണ്ട്. കൺഫെഷൻ റൂമിൽ ആ ഒരു ഇൻസിഡന്റിന്റെ വീഡിയോ എല്ലാം ലാലേട്ടൻ കാണിച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ നെവിനെ ഇതിന്റെ പേര് പിന്നെയും ചോദ്യം ചെയ്യുന്നുണ്ട്.
പിന്നെ ഇതിനിടയ്ക്ക് അക്ബറാണ് ഇവര് ഡ്രാമയാണെന്നൊക്കെ പറയുന്നില്ല, അതിനൊക്കെ അക്ബർ നെവിനൊക്കെ ന്യായീകരിക്കുന്നുണ്ട്. എന്ത് കഷ്ടമാണ് എന്ന് വെച്ചാൽ നെവിനെ ചുമ്മായിട്ട് ന്യായീകരിക്കുകയാണ് അക്ബർ, നെവിനെ ന്യായീകരിക്കുന്നൊക്കെയുണ്ട്. ഇതിനിടയ്ക്ക് അനീഷ് സംസാരിക്കുന്നു. അപ്പൊ അനീഷ് പറയുന്നുണ്ട് എങ്ങനെയെങ്കിലും ഷാനവാസിന് ഇപ്പൊ എങ്ങനെയുണ്ടെന്ന് അറിയണം എന്നൊക്കെ ആഗ്രഹമുണ്ട് ലാലേട്ട. ഇതിങ്ങനെ ഈ ഒരു അവസ്ഥ വന്നിട്ട് വളരെ മോശമായി, വളരെ വിഷമം ഉണ്ടാക്കിയിട്ടുണ്ടെന്ന് അനീഷൊക്കെ പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഈ സമയത്താണ് അനുമോൾ അടിച്ച കാര്യം ചോദിക്കണം. അനുമോളോട് ചോദ്യം ചെയ്യുന്നുണ്ട് എന്തിനെ അടിച്ചു. അപ്പം ഇത് ശരിക്കും പറഞ്ഞാൽ ആരും കുറെ ആക്ടിങ് ഒക്കെ കാണിച്ച് എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. ഇതിനുശേഷം ഈ അക്ബറാണ് എല്ലാത്തിനും ഇതിലെല്ലാം. അപ്പൊ അനുമോളോട് ചോദ്യം ചെയ്യുമ്പോൾ അനുമോള് പറയുന്നത് അക്ബറാണ് ഇതിനെല്ലാത്തിനും കാരണം എന്ന് പറയുന്നുണ്ട്. അപ്പൊ തുടങ്ങി അക്ബറിന് ട്രിഗർ ആവാൻ, അക്ബർ ഉടനെ അനുമോള് സംസാരിക്കാൻ സമ്മതിക്കാതെ കിടന്ന് അക്ബർ ഇടയ്ക്ക് കയറി സംസാരിക്കുന്നുണ്ട്. ഇത് ഒരു കാര്യമുണ്ട്, ഇത് ഷാനവാസ് ഇങ്ങനെ ഇടയ്ക്ക് കയറി സംസാരിച്ചപ്പം ലാലേട്ടൻ ഷൗട്ട് ചെയ്തു. അനീഷ് ഇടയ്ക്ക് ഒന്ന് കൈ പൊക്കിയാണ് ലാലേട്ടൻ ഷൗട്ട് ചെയ്തു. അപ്പൊ ഈ അക്ബർ ഇടയ്ക്ക് കയറി സംസാരിക്കുമ്പോൾ ലാലേട്ടൻ എന്താ മിണ്ടാതിരുന്നത് എനിക്ക് മനസ്സിലായില്ല കേട്ടോ. പേഴ്സണലി എനിക്ക് തോന്നിയൊരു കാരണം, ഈ അക്ബർ സംസാരിക്കുമ്പോൾ മിണ്ടാതിരിക്കണം. എന്നിട്ട് ഇടയ്ക്കാണ് അക്ബർ അനുമോളൊന്ന് സംസാരിക്കട്ടെ എന്നാണ് ലാലേട്ടൻ പറഞ്ഞത്. അങ്ങനെയാണ് ലാലേട്ടൻ പറഞ്ഞത്. എനിക്ക് പേഴ്സണലി തോന്നിയ കാര്യമാണ്. നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യണം, മസ്റ്റായിട്ട് കമന്റ് ചെയ്യണം. എന്നിട്ട് ഇതിനിടയ്ക്ക് അനുമോള് സംസാരിക്കാൻ സമ്മതിക്കുന്നില്ല. ആൻഡ് ഇതിനിടയ്ക്ക് ആരും കയറി എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. നെവിന്റെ കാര്യത്തിൽ ലാലേട്ടൻ ഒരു തീരുമാനം എടുക്കുകയാണ്. നെവിൻ നോമിനേഷനിൽ എവിക്റ്റായി, ഈ നോമിനേഷനിലുള്ള നെവിൻ എവിക്റ്റായി പോയില്ലെങ്കിൽ ആ തീരുമാനം അപ്പൊ പറയാം. വേറെ ഒന്നുമില്ല, നോമിനേഷനിൽ അടുത്ത വീക്കിലെ നോമിനേഷനിൽ കൊണ്ട് ഇടുമായിരിക്കും, അത്രയും തന്നെ. എനിക്ക് തോന്നുന്നില്ല നെവിൻ എവിക്റ്റ് ചെയ്ത് വിടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പുറത്തായില്ലെങ്കിൽ ആ സമയത്ത് തീരുമാനിക്കും എന്ന് ലാലേട്ടൻ പറയണം. മിക്കവാറും നെവിനെ ഡയറക്റ്റ് നോമിനേറ്റ് ചെയ്യും. അതിപ്പോ നെവിനെ ഡയറക്റ്റ് നോമിനേറ്റ് ചെയ്താലും ഇല്ലെങ്കിലും നെവിൻ ഓബ്വിയസ്ലി നോമിനേറ്റഡ് ആവും. അവിടെ ഇരിക്കുന്ന മിക്കവരും നോമിനേറ്റഡ് ആവും. കാരണം എന്താ, ഇത് സെക്കൻഡ് വീക്കാണ്, സെക്കൻഡ് ലാസ്റ്റ് വീക്കാണ്. അപ്പൊ അവിടെ ഇരിക്കുന്ന മിക്കവരെന്താവും, നോമിനേറ്റഡ് ആവും. ന്യൂറൊഴിച്ച് എല്ലാവരും നോമിനേറ്റഡ് ആവും. അങ്ങനെ ലാലേട്ടൻ എന്താണ് ആ ഒരു കാര്യം അവിടെ പറഞ്ഞ് സംസാരിച്ച് അവസാനിപ്പിക്കുകയാണ്. ഈ സമയത്തൊന്നും ഷാനവാസിനെ കുറിച്ച് ഒരു അപ്ഡേഷൻ ലാലേട്ടൻ പറഞ്ഞിട്ടുമില്ല. മാത്രമല്ല ഷാനവാസ് സുഖമായിട്ട് ഇരിക്കുന്നു ലാലേട്ടൻ പറഞ്ഞിട്ടുള്ളൂ. ഷാനവാസ് തിരിച്ചൊന്നും വന്നിട്ടില്ല. ടിക്കറ്റ് ഫിനാലയുടെ കാര്യത്തിന് ടിക്കറ്റ് ഫിനാലെ കിട്ടിയ ന്യൂറയ്ക്ക് അഭിനന്ദനങ്ങൾ ലാലേട്ടൻ അറിയിക്കുകയാണ്. ഈ അഭിനന്ദനങ്ങൾ അറിയിച്ചതിന് ശേഷം ടാസ്കിന്റെ എങ്ങനെയുണ്ടായിരുന്നു ടാസ്ക് ഒക്കെ എന്ന് ചോദിക്കുന്നുണ്ട്. പിന്നെ ചക്രം കിടക്കുന്ന ടാസ്ക് മറ്റേ കറക്കും തളിക മറ്റേ ഈ പിടിച്ചു നിൽക്കുന്ന ടാസ്കിലെ കൈ വിട്ടുപോയ കാര്യവും, കച്ചിത്തിരുമ്പ് ടാസ്കിന് കൈ വിട്ടുപോയ കാര്യങ്ങളും, പിന്നെ മറ്റേ കറക്കും തളികല് ആ കറക്കുന്നതിന്റെ ഈ ഊരിക്കൊണ്ട് വന്നതിന്റെ ആ കാര്യങ്ങളും ഒക്കെ ലാലേട്ടൻ ചോദിക്കുന്നുണ്ട്. പിന്നെ ബാക്കി എല്ലാ കാര്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട്. എല്ലാ ടാസ്കിലെ വിശേഷങ്ങൾ എന്തൊക്കെയായിരുന്നു ലാലേട്ടൻ ചോദിക്കുന്നുണ്ട്. അത് മാത്രമല്ല, ഇന്നലെ ആ കാർ ടാസ്കിന്റെ ആ ഒരു ഇതിന് ശേഷം ചില റിവ്യൂസ് പറയുന്നുണ്ടായി ന്യൂറ അനീഷിനോട് വെറും ചീപ്പായിട്ടാണ് പെരുമാറിയതെന്ന്. എന്നിട്ട് ആരിനൊക്കെ പുറത്താക്കാൻ നോക്കി, അനീഷിനെ പുറത്താക്കാൻ നോക്കിയതിനൊക്കെ ഇത് എന്താണ് മോശമാണെന്നൊക്കെ പറയുന്നുണ്ട്. ആ അനീഷ് ന്യൂറേനെ ഒരു വുമൻ കാർഡ് എടുത്ത് ന്യൂറ സംസാരിച്ചുള്ളത് കറക്റ്റ് ആണ്. പക്ഷെ ഈ ആരിന്റെ കേസ് സത്യം പറഞ്ഞാൽ ഈ സീസൺ 5 ഫസ്റ്റ് ഈ കാർ ടാസ്ക് കൊണ്ടുവന്നത്. ഈ കാർ ടാസ്കില് ഈ അഖിൽമാരാര് ശോഭയെ പുറത്താക്കാൻ നോക്കിയ നമ്മളെല്ലാരും കണ്ടതാണ് ഇല്ലേ? ശോഭയെ പുറത്താക്കാൻ നോക്കുമ്പം ശോഭനെ ഫിസിക്കലി പിടിച്ച് തന്നെയാണ് ശോഭനെ പുറത്താക്കാൻ നോക്കിയത്, റനീഷ അഖിൽമാരാനും കൂടെ. അപ്പൊ ആ ഇല്ലാത്ത പ്രശ്നം എന്താണ് ഇപ്പോൾ ഉള്ളതെന്ന് മനസ്സിലാവുന്നില്ല കേട്ടോ. അത് ചിലർ പറയുന്നല്ലോ ഞാൻ കണ്ടു, അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. ആൻഡ് ഇതിന്റെ ഇടയിൽ ഈ അങ്ങനെ എല്ലാ ടാസ്കിന്റെയും കാര്യങ്ങൾ ചോദിക്കുമ്പോൾ ഇതിന്റെ ഇടയിൽ അനീഷിന്റെ അനുമോളിനെ കോപം, അതായത് ഈ അനീഷിനെ സപ്പോർട്ട് ചെയ്ത അനുമോൾ ഈ കാർ ടാസ്കിന്റെ ഇടയ്ക്കുള്ള ഇത് ചോദിച്ചില്ല, ഈ മുടിയിലെ നരയൊക്കെ എടുത്ത് കൊടുക്കുകയും മസാജ് ചെയ്ത് കൊടുക്കുകയൊക്കെ ചെയ്തതൊക്കെ ലാലേട്ടൻ എടുത്ത് ചോദിക്കുന്നത്. അപ്പോഴാണ് ഈ അനീഷിന്റെ അനുമോളിന്റെ കോംബോ എടുത്ത് വരുന്നത്. അവിടെ കിടക്കുന്ന അനുമോക്ക് ബ്ലാങ്കറ്റ് കൊണ്ട് കൊടുക്കുന്നു, തലകാണ കൊണ്ട് കൊടുക്കുന്നു. ഇതൊക്കെ ലാലേട്ടൻ ഫണ്ണിയായിട്ട് ചോദിക്കുന്നുണ്ട്. ആൻഡ് ആര്യനോട് സ്റ്റോർ റൂമിൽ പോയിട്ട് ടിക്കറ്റ് ഫിനാലയുടെ ആ ടിക്കറ്റ് എടുത്തുകൊണ്ട് വരാൻ പറയുന്നുണ്ട്. അത് ആര്യൻ തന്നെ നൂറയ്ക്ക് കൊടുക്കുകയാണ്. പിന്നെ ഇതിനുശേഷം മൈജി ആസ്കിന്റെ ക്വസ്റ്റ്യൻ ചാലഞ്ചിലൂടെ വിന്നർ ആയിട്ടുള്ള ഒരു കോഴിക്കോടുള്ള ഒരു കുട്ടി ക്വസ്റ്റ്യൻ ചോദിക്കുകയാണ്, ബിഗ് ബോസിന് ആരോടെങ്കിലും ഫേവറിറ്റിസം ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ബിഗ് ബോസിന് ആരുടെ ഫേവറിറ്റിസം ഇല്ല, അത് അവർക്ക് പേഴ്സണലി തോന്നുന്ന കാര്യങ്ങളാണ് കണ്ടസ്റ്റൻസിന്. പക്ഷെ പ്രേക്ഷകർക്കുണ്ട്, പ്രേക്ഷകർ ഡിസേർവിംഗ് ആയിട്ടുള്ളവർക്ക് മാത്രം വോട്ട് ചെയ്യുക, ഫേവറിറ്റിസം മാറ്റി വെക്കുക എന്ന് ലാലേട്ടൻ പറഞ്ഞു വെക്കുന്നുണ്ട്.
ആൻഡ് ഇതിനുശേഷം നോമിനേഷനിൽ വന്നവരെ എണീപ്പിച്ച് നിർത്തുകയാണ്. നോമിനേഷനിൽ വന്നവരെ എണീപ്പിച്ച് നിർത്തിയതിനു ശേഷം അവരുടെ അതിൽ എന്താണ് നോമിനേഷനിൽ വന്നിട്ടില്ല എന്നുള്ള കാര്യം എടുത്ത് ചോദിക്കുന്നുണ്ട്. അപ്പം അതിലെ എക്സ്പ്ലനേഷൻ ചോദിക്കുന്നുണ്ട്, നൂറ് എന്തുകൊണ്ട് നോമിനേറ്റ് ചെയ്തില്ല എന്നൊക്കെ ലാലേട്ടൻ എടുത്ത് വെച്ച് ചോദിക്കുന്നുണ്ട്. അപ്പൊ ഈ സമയത്ത് ഇവരുടെ തീരുമാനം നാളെ പറയാം എന്ന് ലാലേട്ടൻ പറയുന്നുണ്ട്. എന്നിട്ട് ലാലേട്ടൻ എന്താണ് വൈൻഡപ്പ് ആയിട്ട് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ട് ലാലേട്ടൻ പോവുകയാണ്. ആൻഡ് ഇതിന് ശേഷം സ്മോക്ക് റൂമിലോട്ട് പോകുന്ന നെവിനെ ആര്യൻ ആശ്വസിപ്പിക്കുകയാണ്. നീ അഗ്രസീവായിട്ട് തന്നെ നിൽക്കുക എന്നാണ് ആര്യം പറയുന്നത്. എങ്ങനെയിരിക്കുന്നു, നീ അഗ്രസീവായിട്ട് തന്നെ നിൽക്കുക, നീ ഇങ്ങനെ തന്നെ നിൽക്കുക എന്ന് ആര്യൻ നെവിനെ പറഞ്ഞു കൊടുക്കുകയാണ്, നെവിനോട് പറയണം. എന്നിട്ട് പിന്നീട് ആദിലയും നൂറയും തമ്മിലുള്ള ഒരു ടോക്കാണ് ടിക്കറ്റ് ഫിനാലെ കൈ പിടിച്ച് നമ്മൾ വെക്കുന്ന ഫ്ലാറ്റിൽ ഇത് കയറി വന്ന് കാണത്തക്ക രീതിയിൽ തന്നെ ടിക്കറ്റ് ഫിനാലെ വെക്കണം എന്ന് ആദില നൂറയോട് പറയുകയാണ്. അവർ പരസ്പരം ഹഗ് ചെയ്യുന്നു. ഇപ്പൊ ഇവിടെയാണ് എപ്പിസോഡ് തീരുന്നത്. ആൻഡ് അപ്പൊ ഇന്ന് നടന്ന എപ്പിസോഡിൽ ഒരു എല്ലാ കാര്യത്തിലും ആ ഒരു അസോൾട്ടും, അതായത് ഫിസിക്കൽ അസോൾട്ടുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും, നെവിന്റെ എല്ലാ കാര്യങ്ങളും ലാലേട്ടൻ ചോദിച്ചിട്ടുണ്ട്. ഇനി ലാലേട്ടൻ ചോദിക്കാനുള്ളതെന്ന് പറയുന്നത് ക്യാപ്റ്റൻസിയുടെ കാര്യങ്ങൾ ചോദിക്കും. ഇതിനെന്തായാലും നാളെ കുറച്ച് സമയം എടുക്കും. ക്യാപ്റ്റൻസി ഇവരെ മോശം ക്യാപ്റ്റൻസി തന്നെയായിരുന്നു, അതൊക്കെ ലാലേട്ടൻ മിക്കവാറും എടുത്തു വെച്ച് ചോദിക്കും. പിന്നെ പുതിയ ക്യാപ്റ്റനെ തിരഞ്ഞെടുക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല, കാരണം ക്യാപ്റ്റൻ ഇല്ലാത്തൊരു വീക്കായിരിക്കും ഇനി വരാൻ പോകുന്നത്. മാത്രമല്ല ജയിലും ഇനി കാണുമെന്ന് തോന്നുന്നില്ല. മാത്രമല്ല വേറെ എവിക്ഷനിൽ ആര് പുറത്ത് പോകും നോക്കാം. ചിലരൊക്കെ എവിക്റ്റ് ആയെന്ന് പറഞ്ഞ് റൂമേഴ്സ് ഒക്കെ വരുന്നുണ്ട്. നമുക്ക് നോക്കാം ആരാണ് എവിക്റ്റ് ആവാൻ പോകുന്നതെന്ന്. പിന്നെ അടുത്ത ആഴ്ച ഒരു ടാസ്ക് ഇവരുടെ ക്യാരക്ടർ മാറുന്ന ഒരു ടാസ്ക് ഉണ്ടാവും തോന്നുന്നു. കാരണം പോൾ ഉണ്ടായിരുന്നു നമ്മുടെ ഹോട്ട്സ്റ്റാറിൽ, അത് മിക്കവാറും വെള്ളിയാഴ്ച വല്ലതും ആയിരിക്കും. എനിവേ ഇന്നത്തെ എപ്പിസോഡിന്റെ ഒരു ഒറ്റവാക്കി പറയുകയാണെങ്കിൽ അത്യാവശ്യം നല്ല എപ്പിസോഡായിരുന്നു. ആ അഗ്രഷൻ നമ്മൾ കാത്തിരുന്ന കാര്യങ്ങളെല്ലാം ലാലേട്ടൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ ഷാനവാസിന് ഒരു അപ്ഡേറ്റ് വന്നിട്ടില്ല. ആൻഡ് ഇനി അടുത്ത നാളത്തെ ഈ സൺഡേ വീക്കെൻഡ് എപ്പിസോഡിൽ ആരാണ് എവിക്റ്റ് ആവുന്നതെന്ന് നമുക്ക് നോക്കാം. സോ സൺഡേ വീക്കെൻഡ് എപ്പിസോഡിന്റെ റിവ്യൂമായിട്ട് ഞാൻ വരുമ്പോഴത്തേക്കും. സോ സ്റ്റേ ട്യൂൺഡ് ആൻഡ് താങ്ക് യു. ടാറ്റ.